അക്ബർ ആദ്യം അനുമോളുടെ പുറകിൽ നിന്നിട്ടാണല്ലോ ഈ പാവ കളക്ട് ചെയ്തത്. രണ്ടാമത് ആ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു തവണ നിന്നത് നമ്മുടെ അനീഷിന്റെ പുറകിലാണ്. അപ്പോൾ അനീഷ് ആ സമയത്ത് പറയുന്നുണ്ട്, അക്ബർ അക്ബർ എൻ്റെ മേത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അക്ബറിന്റെ കാലും കൈയും ചിലപ്പോൾ ഇവിടെ കിടന്നുരുളും. അക്ബറല്ല വേറെ ആര് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്നും അനീഷ് പറയുന്നുണ്ട്. അത് അനീഷിന്റെ വെറും തോന്നലാണ്. അങ്ങനെ നീ ചെയ്യാൻ നിന്നാൽ നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും എന്ന് അക്ബറും പറയുന്നുണ്ട്. ഒടുക്കത്തെ പ്രൊവോക്കേഷനാണ്, പാർട്ട് ഓഫ് ഗെയിമായിട്ടേ ഞാൻ അതിനെ കണ്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരുടെയും കൈയും കാലും ഒന്നും ഒടിക്കാൻ പോകുന്നില്ല. പിന്നെ ബിഗ് ബോസ് ആണ് കേട്ടോ, നമുക്ക് ഇവരൊക്കെ പറയണ തമാശയാണെന്നൊന്നും പറയാനൊന്നും പറ്റൂല. കഴിഞ്ഞ സീസണിൽ ഇടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ റോക്കി ഇടിച്ചില്ലേ. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ അനീഷ് പറയുന്നുണ്ട് കൈയും കാലും കിടന്നുരുളുമെന്ന്, അതുപോലെ അക്ബർ പറയുന്നുണ്ട് മൂക്കിടിച്ച് പരത്തുമെന്ന്. ഇനി ഇവരൊക്കെ അത് ചെയ്യുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, ചെയ്യൂല എന്ന് വിചാരിക്കാം. വെറുതെ ചുമ്മാ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന് കരുതാം അല്ലേ. ലൈവില് രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട്. അതായത് അക്ബർ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഭിത്തിയിൽ പിടിച്ച് കയറ്റും, അപ്പൊ നീ ശരിക്കുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലടാ, അത് നിന്റെ തോന്നലടാന്നൊക്കെ പിന്നെ അനീഷും പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒന്ന് പ്രൊവോക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈവില്. എന്തായാലും ചോരക്കളി ഒക്കെ ഒഴിവാക്കിയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് ഈ സീസണിൽ ഇനി ഇവരാരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.